അയ്യപ്പന് പിന്നാലെ മോഹൻലാലിനെയും സർക്കാർ വിറ്റോ? എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം. ഒന്ന്, നടൻ ജയൻ ചേർത്തല പറഞ്ഞു. ആ പരിപാടിയുടെ പേരെങ്ങനെയായിരുന്നു? മലയാളം വാനോളം ലാൽ സലാം എന്നായിരുന്നു. ലാലിന് സലാം കൊടുത്തുകൊണ്ട് പാർട്ടി ഐഡിയോളജി, പാർട്ടിയുടെ പരിപാടി പോലെ ലാൽ സലാം എന്ന് കുത്തിക്കയറ്റി. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല, സതീശൻ പറയുന്നു. എന്നാൽ എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ഇലക്ഷൻ സമയത്ത് അയ്യപ്പനെ മാർക്കറ്റ് ചെയ്ത പോലെ മോഹൻലാലിനെ കൂടെ ഒന്ന് മാർക്കറ്റ് ചെയ്യുക, എന്നിട്ട് ലാൽ സലാം കൂടെ ഫിറ്റ് ചെയ്യുക, മോഹൻലാലിനെ ആദരിച്ചു എന്നൊക്കെ പറയുക. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു, എനിക്ക് 2004 എനിക്ക് ഫാൽക്കെ കിട്ടിയതാണ്, എനിക്കൊരു സ്വീകരണം പോയിട്ട് ഒരഭിനന്ദനം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ എന്താണ് അയ്യപ്പൻ, പിന്നെ മോഹൻലാൽ, അമൃതാനന്ദമയ്യമ്മ, അങ്ങനെ സർക്കാരിങ്ങനെ വിൽക്കാവുന്ന ബിംബങ്ങളെയൊക്കെ വിറ്റ് വോട്ട് വാങ്ങുന്നതിൻ്റെ ഒരു ശ്രമം നടത്തുകയാണോ? പ്രഭാവർമ്മയുടെ ഒരു മോഹൻലാൽ സ്തുതിക്ക് ഇതോ ഉണ്ടായിരുന്നോ? പിന്നെ ഒരു കഥകളി വേഷത്തിൽ വന്നിട്ട് മോഹൻലാലിനെ കഥകളി സിനിമയ്ക്ക് വേണ്ടി പഠിപ്പിച്ച ആളല്ല. അതെ, അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വളരെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ ആസൂത്രണത്തിൽ പെടാത്ത പരിദേവനമായിരുന്നു അടൂരിൻ്റെത്. എനിക്ക് ഇത് നേരത്തെ കിട്ടിയപ്പോൾ ആരും ഇങ്ങനെ സ്വീകരണമൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പരിദേവനം ആണ്, സത്യവുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ഇപ്പോൾ പോസ്റ്റുകൾ ഇടുന്നുണ്ട്, എനിക്ക് SSLCക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, അന്ന് ആരും എൻ്റെ ഗ്രാമത്തിൽ ഫ്ലക്സ് വെച്ചില്ല ഇത്രയും കൊല്ലം മുമ്പ്. പക്ഷെ അടൂർ വേറൊന്ന് പറഞ്ഞു, മോഹൻലാൽ നല്ലവനായ തെമ്മാടിയാണെന്ന്. അങ്ങനെയും പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ഇമേജ് മോഹൻലാലിന് നല്ലവനായ തെമ്മാടിയുടെ, കാരണം ഈ ആൻറ്റി ഹീറോ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള മലയാളത്തിലെ ഏക നടൻ മോഹൻലാലാണ്. അങ്ങനെ ഈ വീട്ടിലെ നല്ല മൂത്ത കാരണവരായിട്ട്, മൂത്ത ചേട്ടനായിട്ട് നിൽക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. മമ്മൂട്ടി പലപ്പോഴും അങ്ങനത്തെ വേഷമായിട്ട് ആളുകൾ കൊണ്ടുചെന്നപ്പോൾ അത് എടുത്തിട്ടില്ല. ഈ ആൻറ്റി ഹീറോ ഉസ്താദ് തുടങ്ങിയ എന്തൊക്കെയോ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, ദേവാസുരം, ഇന്ന് രാത്രി 2 പുതപ്പ് വേണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗുകളൊക്കെ ഉള്ള ഒരുപാട് സിനിമകളിൽ ആൻറ്റി ഹീറോ. ആ കാലത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനെതിരെ സാംസ്കാരിക നായകർ ശബ്ദം ഉയർത്തേണ്ടതായിരുന്നു. കാരണം ആ കാലത്ത് ഒരുപാട് ഗുണ്ടകൾ സമൂഹത്തിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ആ കാലത്ത് ഇതെന്തോ മഹത്തായ സംഭവമാണെന്നുള്ള മട്ടിൽ. അതുകൊണ്ട് ഇത് സിനിമ പെട്ടെന്ന് സ്വാധീനിക്കുന്നതാണല്ലോ. നമ്മുടെ നാട്ടിൽ പല ആളുകളെയും കൊല്ലുന്ന ഈ പയ്യന്മാരെയൊക്കെ കാണുമ്പോൾ ഇതിന്റെ ഉപോൽപ്പന്നമാണോ എന്നൊക്കെ സംശയിക്കത്തക്ക സാഹചര്യം. നല്ല സിനിമ കണ്ടിട്ട് ആരും നന്നായിട്ടില്ലല്ലോ. അല്ല, ഇതിൻ്റെ അകത്തും ഈ വക സംഗതി ഉണ്ടല്ലോ, തോക്കുമായിട്ടൊക്കെ നടക്കുന്നത്. അതായത് ഈ കുട്ടികൾക്ക് തോക്ക് കളിക്കാൻ കൊടുക്കുന്നതിന് സൂക്ഷിച്ചു വേണമെന്ന് ഡോക്ടർ രാമൻകുട്ടി അടുത്ത കാലത്ത് എഴുതി കണ്ടിരുന്നു. അവർക്ക് പ്രത്യേക കളിപ്പാട്ടം എന്നുള്ള നിലയ്ക്ക് ചില ആകർഷണമൊക്കെ ഇതിൽ വന്ന് ഭവിച്ചാലേ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോവും. അപ്പം അതുകൊണ്ട് എന്തൊക്കെ ഇവർക്ക് കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സിനിമയിൽ ഒരു കാലത്ത് മുഴുവൻ കരച്ചിലല്ലായിരുന്നു, ശാരദ ദുഃഖപുത്രി. അത് മനസ്സിലായി. പക്ഷെ ഈ സതീശൻ പറയുന്ന കാര്യമുണ്ടോ? ആദ്യം അയ്യപ്പൻ, പിന്നെ അമ്മ, പിന്നെ മോഹൻലാൽ, ഇങ്ങനെ ഒരു ഹൈന്ദവ ബിംബങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാവുന്ന മാസപ്പിലുള്ള പോപ്പുലാരിറ്റിയുള്ള. എനിക്ക് മനസ്സിലായി. ആനയും മോഹൻലാലും ബോറടിക്കുന്നില്ല ഇങ്ങനെ പറയുന്ന ഒരു സംഗതി. ആ മോഹൻലാലാണെങ്കിൽ ഒരു കാലം അപ്പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരാളാണ് ഈ ഹിന്ദുത്വയിലേക്ക്. കാരണം മോഹൻലാല് പുലിവാല് പിടിച്ചത് ഈ അവസാനത്തെ എമ്പുരാൻ സിനിമയിലാണ്. അത് തന്നെ പുള്ളി ഒന്നും പ്രതികരിക്കാതെ ആ പൃഥ്വിരാജിനെ വല്ലാതെ വിശ്വസിച്ചുകൊണ്ട് പറ്റിപ്പോയതാണെന്നാണ് പറയുന്നത്. കാരണം അങ്ങയുടെ റോള് വരുന്ന ഭാഗങ്ങള് അല്ലാത്ത കുറെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ടല്ലോ. മോഹൻലാൽ ഇല്ലാത്ത കുറെ ഭാഗങ്ങളുണ്ട്. ഗുജറാത്ത് ഭാഗത്ത് എവിടെയാണ് മോഹൻലാൽ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ തട്ടിപ്പ് പറ്റിയിരിക്കുന്ന ഒരാള്. പക്ഷെ മോഹൻലാല് ഒരു കാരണവശാലും ഇതിൽ പോയി ചേരാൻ ഞാനൊരു സാധ്യതയും കാണുന്നില്ല. കാരണം മോഹൻലാൽ ചേരണ്ട. മോഹൻലാലിനെ ആദരിച്ചു, അമ്മയെ ആദരിച്ചു, അമ്മയെ അംഗീകരിച്ചു, മോഹൻലാലിനെ അംഗീകരിച്ചു ഞങ്ങളാണ്. എന്നിട്ട് ലാൽ സലാം എന്നുള്ള പേര് കിട്ടു. ഇപ്പൊ അയ്യപ്പനെ അംഗീകരിച്ചിട്ട് എന്തുണ്ടായി അവസാനം? അല്ല, അയ്യപ്പന് ആരുടെ അംഗീകാരം വേണം?
അയ്യപ്പന്റെ അംഗീകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ ഗോശാല ഉണ്ടാക്കി നടക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞില്ലേ, ആഗോളതലത്തിൽ അയ്യപ്പൻ അറിയപ്പെടുന്ന ഈ പമ്പാ സംഗമം കഴിയുന്നു എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് ഇതൊക്കെ പുലിവാലായിട്ട് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഇത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ എടുക്കാതിരുന്നത്, എന്നെ ആദരിച്ചിട്ടുമില്ല. അപ്പൊ എന്നെ ആദരിച്ചിട്ടില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അടൂര് പന്തളമൊന്നും വലിയ ദൂരമൊന്നും തോന്നുന്നില്ല. അപ്പൊ അടൂര് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് വേറെന്തോ രാഷ്ട്രീയം ഇതിന്റെ പിന്നിലുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. നമ്മൾ ഇന്റർപ്രിറ്റ് അതാണ് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത്. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയം അറിയാത്ത ആളൊന്നുമല്ല. അത് അടൂർ ഗോപാലകൃഷ്ണനോട് സംസാരിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാൽ വെച്ചൊരു പടം പോലും ചെയ്തിട്ടില്ല. അതിനാണ് കാരണം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആ കാര്യം അടൂർ ഗോപാലകൃഷ്ണനോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഈ മോഹൻലാലിന്റെ കാര്യം, ഒന്നാമത് ആ ശരീരം, ഈ കുറെ അങ്ങനെ അതൊന്നും വഴങ്ങുന്നതല്ല എന്നുള്ള മട്ടിൽ മോഹൻലാലിന് ആഗ്രഹം ഉണ്ടായിരുന്നു അടൂരിന്റെ പടത്തിൽ എങ്ങനെയെങ്കിലും അഭിനയിക്കണം, വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അടൂരല്ല, ഏത് പൊന്നു തമ്പുരാൻ പറഞ്ഞാലും മോഹൻലാലിന് ശരീരം കൊണ്ട് കഥാപാത്രം വഴങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ മലയാളി പരമ പുച്ഛത്തോടെ തള്ളത്തേ. അതാണ് ഈ മറ്റേ അടൂരിൻ്റെതായ എക്സ്ട്രീമിസം ഈ കാര്യത്തിലൊക്കെ ഉണ്ട്. അടൂർ ഗോപാലകൃഷ്ണന് വേണമെങ്കിൽ വലിയ പ്രശംസകൾ കൊണ്ട് മൂടുന്നൊരു ആശംസ അവിടെ കൊടുക്കാമായിരുന്നു. കൊടുത്തില്ല. ഈ രണ്ട് കാര്യമല്ലേ അവിടെ പറഞ്ഞത്, അതോടുകൂടി ആശംസ തീർന്നില്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞതും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം കാരണമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇടതുപക്ഷത്തിന്റെ കൂടെ മോഹൻലാലിന്റെ ബന്ധുവായ ഒരാൾ കിടപ്പുണ്ട്, അതാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സംവിധായകൻ, നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട്. അപ്പോൾ കമലഹാസൻ എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നടക്കുന്ന ഒരാൾ ഇവരുടെ കൂടെ ഏതായാലും ഉണ്ട്. കാരണം മറ്റേ AKG സെന്ററിന്റെ എതിർവശത്ത് ഫ്ലാറ്റുകൾ ഉണ്ടല്ലോ സഖാക്കൾക്ക്. ഒരു ഉന്നത സഖാവിന്റെ ഫ്ലാറ്റിലെ സ്വീകരണ മുറിയിൽ വേറെ ചിത്രങ്ങളൊന്നുമില്ല, ചുമരില് ഇദ്ദേഹവും കമലഹാസനും കൂടി നിൽക്കുന്ന ഒരു ചിത്രമാണ്. പാർട്ടിയിലെ ഏറ്റവും വലിയ ഉന്നതന്റെ പിണറായിയുടെ ആയിരിക്കും. അതെ, ഇതാണ് പിണറായിയുടെ വീട്ടിൽ കമലഹാസനും പിണറായും കൂടെ നിൽക്കുന്ന ചിത്രമോ? അതെ എന്നാണ് സഖാക്കൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വലിയ സംഭവങ്ങൾ എന്ന് പിണറായിയുടെ വീട്ടിലല്ല, പിണറായിയിലെ AKG സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്ലാറ്റില് അവിടെ പോയ ഒരാൾ. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനാണ് പരിചയപ്പെടുത്തി കൊടുത്തത്, ഇപ്പൊ ഇങ്ങനെയായി, ഞാൻ ഔട്ടായല്ലേ, ഔട്ടായി എന്ന് പറഞ്ഞാണ്. അപ്പം ഈ ഹിന്ദു ബിംബങ്ങളെ മുഴുവൻ ഇത് ശരിക്ക് ഈ മാപ്രകൾക്ക് മനസ്സിലായിട്ടില്ല. ഈ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അവർ സെക്രട്ടേറിയറ്റിലെടുത്ത തീരുമാനം, മധുര പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനം ഒക്കെ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു തീരുമാനം സെക്രട്ടേറിയറ്റ് യോഗത്തിലോ പാർട്ടി കോൺഗ്രസിലോ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് തന്നെ എടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മുമ്പ് മൈനോറിറ്റികളിലേക്ക് നമ്മൾ വ്യാപരിക്കണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി. ആ എടുക്കുന്ന ആളുകളൊക്കെ ഈ സുഡാപ്പികളോ സിമികളോ ഒക്കെ ആയിരുന്നു. അവർക്ക് പാർട്ടി വിദ്യാഭ്യാസം, മാർസിസം എന്നൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ പാർട്ടി വല്ലാതെ പെട്ടുപോയിട്ടുണ്ട്, ഈ പല ആളുകളെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഹിന്ദുത്വയിലേക്ക് കൂടുതൽ കയറണം എന്നൊരു പാർട്ടി തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ അതിന്റെ കൂടെ ഭാഗമാണ് മോഹൻലാലിനോട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ പോലെ അമൃതാനന്ദമയി, പമ്പാ സംഗമം, മോഹൻലാൽ. ഇനി ഈ ചിദാനന്ദപുരിയൊക്കെ വിളിക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങും ഈ സമ്മേളനങ്ങളിലേക്കൊക്കെ. ശ്രീ രവിശങ്കറിനെ വിളിക്കാം. അങ്ങനെ ശ്രീ രവിശങ്കർ വന്നിട്ടുണ്ട് AK സെന്ററിൽ. ഉണ്ടോ? അത് പറഞ്ഞപ്പോൾ വലിയ അത്ഭുതം തോന്നി എനിക്ക്. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് ഈ മനോരമയുടെ ഒക്കെ അവസാന പേജിൽ അന്ന് ശ്രീ രവിശങ്കർ ഇന്നത്തെ ശ്രീ രവിശങ്കർ ആയിട്ടില്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് ബൈ ശ്രീ രവിശങ്കർ എന്ന് പറഞ്ഞിട്ട് പരസ്യം വരുമായിരുന്നു. അങ്ങനെ ചെറിയൊരു കോളത്തിൽ 2 കോളത്തിൽ വലിയൊരു ചിത്രവും വെച്ചിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ്. അങ്ങനെ അത് ഇവര് നടത്തുന്നില്ലേ, അത് ഓരോ അവരുടെ നാട്ടിലുള്ള ഗ്രൂപ്പുകൾ നടത്തുന്നല്ലേ. അങ്ങനെ അത് ശ്രീ രവിശങ്കർ ബേസിക് എന്താ ക്രിയായോഗ. അപ്പൊ ഇത് AKG സെന്ററിൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന് വേണ്ടി MA ബേബി ശ്രീ രവിശങ്കറിനെ കൊണ്ടുവന്നു ഒരു സമയത്ത്. ഇങ്ങനെ വലിയ സ്പിരിച്വൽ ലീഡർ ആയിട്ടില്ല, ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ എടുക്കുന്ന കാലത്ത്.
അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളെയൊക്കെ ഉം. ഇനി കൂടുതലായിട്ട് അവർ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് MA ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് ഡൽഹിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു രീതി ഉണ്ടല്ലോ. ഇപ്പൊ ഉമ്മയാൾ പുരൻ ശിവരാമൻ മൃദംഗം, TM കൃഷ്ണ പാട്ട്, L സുബ്രഹ്മണ്യം വയലിൻ, ഇങ്ങനെ ഈ കർണാടക സംഗീത മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടല്ലോ. ഈ തനി ഹിന്ദുത്വയുടെ കോറൊക്കെ ആയിട്ട് വരുന്നതൊക്കെ. ഇങ്ങനത്തെ കുറേ വേഷങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ട്. കെട്ടുകാഴ്ച എന്ന് പറയില്ലേ, ചെന്നിത്തലയിലും മാവേലിക്കര ആ ഭാഗത്തൊക്കെ നടക്കുന്ന കെട്ടുകാഴ്ച, അങ്ങനെ കെട്ടുകാഴ്ചകൾ ഒരുപാട് ഹിന്ദുത്വ കെട്ടുകാഴ്ചകൾ പാർട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണും. അതിൽ എഴുന്നള്ളിച്ച തലയെടുപ്പുള്ള ഒരു ഗജവീരൻ അത്രേ മോഹൻലാൽ. ഏതായാലും ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.